ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ എന്താ പറയുക, നമ്മൾ ഹനൂസും മിന്നൂസും റസുട്ടിയും കൂടെ സംസാരിക്കണം. ഭയങ്കര കുറുമ്പാട്ടനെ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ നല്ല ഇതാണ് പാടട്ടാ. തിരക്കൂടിയാണ് മൂന്നാളില്ല. മിന്നുട്ടി ഇങ്ങനെ അനുവിനോട് പറയണേ ആ കസാര കൊടുത്താളാ, സ്റ്റൂൾ കൊടുത്താളാന്നൊക്കെ. അപ്പോൾ നമ്മൾ റസുമോനിക്ക് ഇടയ്ക്ക് വാശി പിടിച്ചാൽ ഓനക്ക് സ്റ്റൂൾ തന്നെ കിട്ടണം കേട്ടോ. ഒരു സ്റ്റൂൾ ആകെ 2 കസാരയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും 2 കസാരയും കൂടെ വാങ്ങണം. കാരണം ഒരു മൂന്നാളും കൂടെ അതിൽ ഇരുന്നാൽ പിന്നെ ഞാനും റീനും കൂടി വന്നിരിക്കാൻ കസാരൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മിന്നുട്ടിക്ക് ചോറ് വാരി കൊടുക്കുകയാണ്. അപ്പോൾ മിന്നുട്ടി ടേബിളുമ്മ ഇരിക്കുക കേട്ടോ. ഇപ്പോൾ എന്താണ് അവൻ നല്ലൊരു സ്വഭാവം കേട്ടോ. അല്ലെങ്കിൽ ഓളും വാശി കിട്ടും കേട്ടോ. അപ്പോൾ റീന് പിന്നെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങുകയാണ്. അവിടെ ഇങ്ങനെ വായിച്ചിരുന്ന് കിടങ്ങനെ ഉറങ്ങിയിരിക്കണേ. ഹനൂസ്മോന് സ്റ്റൂൾ തരൂലെന്ന് പറഞ്ഞ് വാശി കേട്ടോ. അവനക്ക് ഇടയ്ക്ക് അങ്ങനെ ഒരു കുറുമ്പ. ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞു. അവൻ്റെ ചോറ് പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ വീട് ചോറ് വേണം. അപ്പോൾ ചോറ് വിളമ്പാൻ പോയാൽ റെസിറ്റി സ്റ്റൂൾ എടുക്കുമോ എന്നുള്ളൊരു പേടിയാണോ അതിന് എണീക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കസാരയ്ക്ക് ഇരുന്ന സ്റ്റൂൾ അവനക്ക് കൊടുത്താളാണ്. എന്നിട്ടൊന്നും കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ മിന്നും പറയണം അത് കൊടുത്താൽ ജിദ്ദിക്ക് കയറിയിരുന്ന് നോക്കുന്നൊക്കെ. അപ്പോൾ ഇടയ്ക്ക് കുട്ടികൾക്ക് അങ്ങനെ ഒരു വാശിയാണല്ലോ, എന്താ കൊടുത്താൽ എന്താ ഓനക്കണ്ട് ഇരുന്നൂടെ കസേരയിൽ എന്നൊക്കെ ഉള്ള. അപ്പോൾ അങ്ങനെ വാശിയായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ റിസൾട്ട് നല്ല കരച്ചിലാണ് കേട്ടോ. ഭയങ്കര കരച്ചില്ല. ദിവസമാണെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കൂല എന്നുള്ള വാശി. ഭയങ്കര കുറുമ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കുറുമ്പാട്ടുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് വിട്ടുകൊടുക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ ഞാൻ ഇതിലിങ്ങനെ ആഡാക്കിയെന്നുള്ളൂ കേട്ടോ. അവർക്ക് വലിയതാവുമ്പോൾ കാണാമല്ലോ കുറുമ്പൊക്കെ കാട്ടിയത്. അപ്പം അങ്ങനെ. അപ്പോൾ ഇപ്പം മിന്നുട്ടി ഞാൻ ചോറ് വാരി കൊടുത്തപ്പോൾ നല്ല അച്ചടക്കത്തിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവളോടാണെങ്കിലും ഓള് അങ്ങനെ തന്നെയാണ് കേട്ടോ. കസാര ഒന്നും കൊടുക്കൂല. ഭയങ്കര വാശി കേട്ടോ. കേട്ടില്ല ശബ്ദം. അപ്പം ഇതാ പിന്നെ രണ്ടാളും ദേഷ്യത്തിലിരിക്കുകയാണ്. ഭയങ്കര ദേഷ്യത്തിൽ കേട്ടോ. പിന്നെ റിസൾട്ടിനോട് ഞാൻ കുറേ പറഞ്ഞു ഈ കസാരയ്ക്ക് ഇരുന്ന് അങ്ങോട്ട് പോരേന്നൊക്കെ. അല്ലെങ്കിൽ ഞാൻ ഹനൂസിനോട് അറിഞ്ഞ് കസാരയ്ക്ക് ഇരുന്ന് സ്റ്റൂളാണ് കൊടുത്താൽ. കാരണം റിസൾട്ടിക്ക് സ്റ്റൂളാണ് ടേബിളിലേക്ക് ഇരിക്കാൻ ഒന്നും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ എനിക്കതാണ് സ്റ്റൂളാണ് ഇഷ്ടം. അങ്ങനെ ഇതാ വാശിയും കാട്ടി കുറുമ്പും കാട്ടി ഭയങ്കര കരച്ചിൽ ഇരിക്കുകയാണ്. മിന്നുട്ടി പിന്നെ ഞാൻ ചോറ് ഇങ്ങനെ വാരി കൊടുക്കുന്നത് അവൾ പിന്നെ ചോറ് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയെത്തി കേട്ടോ. അപ്പോൾ എന്നോട് വാരി തരികയാണെങ്കിൽ ഞാൻ തിന്നോളാം. അപ്പോൾ വാരി കൊടുത്ത് എൻ്റെ പള്ളിക്ക് പോകുമ്പോലെ നോക്ക്. അപ്പോൾ ഞാൻ വാരി കൊടുക്കുകയാണെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ വാരി കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വാരി കൊടുക്കുകയൊന്നുമില്ല. അപ്പോൾ 2 ഉരുള തിന്നണത് വാരി കൊടുത്തൊരു 10 ഉരുളൊക്കെ തിന്നു കേട്ടോ. അപ്പോൾ അത് വാരി കൊടുക്കുകയാണ്. പിന്നെന്താ, അപ്പോൾ ഹനൂസ് മിന്നുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് ഇജ്ജാ കസാര കൊടുത്താളാ ഓനക്ക് റിസുട്ടിക്ക് കൊടുത്താളാന്നൊക്കെ പറയണം. അതൊന്നും കേൾക്കണില്ല. ലാസ്റ്റ് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും വാശി കെട്ടിയാൽ പിന്നെ എങ്ങനെ, ഓൻ ചെറിയ കുട്ടിയല്ലേ, ഓനക്കിപ്പോൾ ഇത് അറിയില്ലല്ലോ, നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടി പറഞ്ഞ് അങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ദേഷ്യപ്പെട്ടിക്കാണ്ടാണ് ഹനൂസ് മോന് കസേരയ്ക്ക് ഇരുന്നത് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് കാണിച്ചു കൊടുത്തു. ഞാൻ അപ്പോൾ അത് വിപ്പച്ചിക്ക് വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞിക്കാണ്ട് ഞാൻ എന്ത് ചെയ്ത് അത് കാണിച്ചു കൊടുത്തു കേട്ടോ. ഉണ്ടാത്ത് അപ്പം അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പം കുഞ്ഞോ ചീത്ത അറിയിച്ചിട്ട് കസാരയ്ക്ക് എണീറ്റ് ഇരുന്നിട്ടുണ്ട്. ചോറ് അപ്പോഴും വളമ്പാൻ പോയിട്ടില്ല കേട്ടോ. നമ്മളെ റിസുട്ടി എന്താ സ്റ്റൂൾമൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ദേഷ്യവും വാശിയൊക്കെ മാറിയിട്ടാ. അപ്പോൾ പിന്നെ ഞാൻ ചീത്ത അറിയാണ് റിസുട്ടിനെ, എനിക്കെന്താ ഇത്ര വാശി, എനിക്കെന്താ കസാരയിലാണ്ട് ഇരുന്നാലും നിങ്ങൾ രണ്ടാളും വാശി കെട്ടിക്കാണ്ട് അതിൻ്റെ റിസൾട്ടിന് ചീത്ത അറിയാൻ പാടില്ല. അപ്പോൾ റിസൾട്ടിക്ക് സങ്കടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നേരക്കിക്ക് ഈറിടിച്ച സങ്കടത്തിൽ എന്നോട് വച്ചിട്ട് വാശിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഭയങ്കര കരച്ചിൽ കാര്യമാണ്. ഞാൻ ചീത്ത അറിഞ്ഞത് പറ്റിയിട്ടില്ല കേട്ടോ. ഭയങ്കര സങ്കടമായിക്കണ്. അപ്പോൾ പിന്നെ ഞാനങ്ങനെ സോപ്പ് ഇട്ടോ. ഭയങ്കര കഷ്ടത ദേഷ്യപ്പെട്ട് കാണണ്ടല്ല. അവനോട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് കേട്ടോ, ഒന്നും പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് കരഞ്ഞു കേട്ടോ. പിന്നെ ഞാനങ്ങനെ സോപ്പിട്ട് എന്താക്കിയപ്പോൾ പിന്നെ അങ്ങനെ മാറും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെ ഉണ്ടോ വാശിയും കുറുമ്പും ഇതൊക്കെ? നമുക്ക് ടെൻഷനായ സമയം അതുപോലെ ടൈമില്ലാത്ത സമയത്തൊക്കെ മക്കൾ വാശിയൊക്കെ കാട്ടുമ്പോൾ നമുക്കും ദേഷ്യം വരില്ല. അവ ചീത്തറിയൊക്കെ ചെയ്യും. അതല്ല ഒഴിഞ്ഞിരിക്കുന്ന ടൈമിലൊക്കെ എണീച്ച് പിന്നെ ഞാൻ വല്ലാതെ അങ്ങനെ ചീത്തറിയൊന്നുമില്ല കേട്ടോ. കാരണം ഇടയ്ക്കൊക്കെ വാശിയും കുറുമ്പും കരച്ചിലൊക്കെ വേണ്ട പഠിച്ചേക്കുക, അല്ലെങ്കിൽ ഒക്കെ വേണ്ട കാണുക. അപ്പോൾ അത് അപ്പോഴല്ലേ ഒരു രസമുള്ളൂ. അപ്പോൾ ചില സമയത്ത് ഞാനത് മെയിൻറ്റെയിൻ ചെയ്യൂല കേട്ടോ.
അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എന്താണ് കുറുമ്പ് വാശിട്ട്. അപ്പോൾ ഒരു മഗ്‌രിബിക്ക് ശേഷമുള്ള പ്രശ്നമാണ് ഇട്ടത്. എല്ലാവരും കൂടെ പഠിക്കാതിരുന്നപ്പോഴുള്ള എന്താണ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കൊരു 8 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ചോളി പറഞ്ഞിട്ട്. അപ്പോൾ ചിലപ്പോൾ അനൂസ് ഓരോ സ്കൂളിൽ തന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ മഗ്‌രിബ് നിസ്കരിച്ച് ഖുർആൻ ഓതിയിട്ടാണ് കേട്ടോ ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ആ ടൈമിലുള്ളൊരു കലപില പരിപാടിയാണ് ഇതൊക്കെ കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മളെ റിസൾട്ട് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേന്ന് നമ്മൾ അംഗൻവാടിക്ക് പോവുകയാണ്. അപ്പോൾ ഇത് അംഗൻവാടിക്ക് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയൊക്കെ വലിയൊരു പാമ്പിനെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ അതങ്ങനെ വീഡിയോസ് എടുത്തതാട്ടോ. റിസൾട്ടിനെ അംഗൻവാടിക്ക് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് കേട്ടോ. മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ അവിടെയൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഒരിക്കലും ശ്രദ്ധ ഉണ്ടാവുള്ളൂ. അതൊക്കെ കുറേ കല്ലും മുട്ടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ പൊത്തൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞാൻ മിന്നുട്ടിയും റിസൾട്ടും കൂടെ അങ്ങനെ സ്കൂളിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മിന്നുട്ടി മോള് ഇപ്പോൾ ഹനൂസ് 5ാം ക്ലാസ്സിലേക്ക് പോയതിന് ശേഷം മിന്നുട്ടി ഭയങ്കര സങ്കടമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. കാരണം അവൾ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ഭയങ്കര വിഷമമാണ് കുട്ടിക്ക് കേട്ടോ. പിന്നെ ഹനൂസ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എൻ്റെ കൂടെ അങ്ങനെ ഇറങ്ങും. എന്നിട്ട് ഞാൻ ബസ് കയറ്റി കൊടുത്തിട്ട് അങ്ങനെ റിസൾട്ടിനെ അംഗൻവാടിക്കാക്കാൻ പോകും കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ കൂടെ അങ്ങനെ നടന്നിട്ട് വരും. എന്നിട്ട് ബസ് എവിടുന്ന് കിട്ടണമെന്ന് ചോദിച്ചാൽ അവിടുന്ന് കയറി കേട്ടോ. അല്ലാതെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരിക്കൂല. ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ എനിക്കും അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ ഭയങ്കര സങ്കടമാണ് കേട്ടോ. എന്താ ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തല്ല അല്ലെങ്കിൽ പിറ്റത്തെ കൊല്ലമായിട്ട് നമ്മളെ റിസൾട്ടിനെ ചേർക്കണം. അപ്പം അങ്ങനെ രണ്ടാളുകളും കയ്യും പിടിച്ച് സന്തോഷത്തോടെ എന്നിട്ട് ഇങ്ങനെ ഇറങ്ങുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വിഷമമൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ മനസ്സിങ്ങനെ സമാധാനിപ്പിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങും. അങ്ങനെ വൈക്കന്ന് പുല്ലും പൂവും ഒക്കെ പെറുക്കും. റിസൾട്ടിക്ക് എന്നും പൂവ് പെറുക്കണം കേട്ടോ. ചിലപ്പം പെറുക്കിയിട്ട് എവിടെയെങ്കിലും ഭാഗത്തേക്കും സ്കൂൾ മദ്രസ് അംഗൻവാടി ഇട്ട് വരുമ്പോൾ എടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ മിന്നുട്ടിക്ക് ഇന്ന് ബുധനാഴ്ച അതുകൊണ്ട് യൂണിഫോം അല്ല കേട്ടോ. അതുകൊണ്ടാണത്. പിന്നെ ചെരുപ്പ് ഉണ്ടെങ്കിൽ ചെരുപ്പ് ചില സമയത്ത് ഇത് ചില സമയത്തൊരു വാശിയാണ് കേട്ടോ. ഇത് തന്നെ ഇടണമെന്ന്. അപ്പോൾ ചില സമയത്ത് നമ്മൾ കഴുകി വെക്കാത്ത ടൈമായിരിക്കും. അപ്പോൾ അതന്നെ ഇട്ടിട്ട് പോരും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ യൂണിഫോമിൻ്റെ ഷൂ ഇട്ടിട്ട് പോരും. അല്ലെങ്കിൽ വേറെ ഷൂ ഉണ്ട് കേട്ടോ. അതാണ് ഇടുക. അപ്പോൾ എന്നോട് അറിയും ഞാൻ ബുധനാഴ്ച ആ ഷൂ ഇട്ടുകൊണ്ട് അറിയാം. അപ്പോൾ ഞാൻ ഇത് വീട്ടിലിടല്ല, അല്ലെങ്കിൽ മദ്രസക്ക് ഇതായിട്ടില്ല. അപ്പോൾ പിന്നെ ചിലപ്പോൾ ചളി ഉണ്ടെങ്കിൽ കഴുകിയൊക്കെ ഇല്ല. അപ്പോൾ ചില ടൈമിൽ നമ്മൾ അറിയാതെ അങ്ങനെ ഇട്ടിട്ട് പോരും കേട്ടോ. പിന്നെ വൈകുന്നൊക്കെയാണ് കാണുക ചളി ഉള്ളത് കേട്ടോ. ഞാൻ ചീത്ത അറിയും ചെയ്യും. കാരണം നമ്മളെപ്പോഴും കഴുകി വൃത്തിയാക്കി വെക്കുന്ന ടൈമിൽ പ്രശ്നമില്ല. എപ്പോഴെങ്കിലും ഒന്ന് കഴുകിയില്ല എന്നുണ്ടെങ്കിൽ അപ്പം അതിട്ട് പോരും നമുക്കൊരു വിഷമമാണ്. കാരണം സ്കൂൾക്ക് മദ്രസക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും കൈയും കാലും മേലൊക്കെ വൃത്തി വേണം. പിന്നെ ചെരുപ്പാണെങ്കിലും എപ്പോഴും നല്ലൊരു വൃത്തിയിൽ പോകണം. അതന്നെ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ഒരു ഹാപ്പിയാണ്. പറഞ്ഞേക്കാൻ നമുക്കും സന്തോഷമാണ്, പോകുന്നവർക്കും സന്തോഷമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും നമ്മുടെ റിസൾട്ട് ആണല്ലോ ഹവായി ചെരുപ്പ് ഇട്ടിരിക്കണം. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇത് ഇടണം എന്നറിയാം അംഗൻവാടിക്ക്. അപ്പോൾ ഞാനിത് വാടി ഉമ്മച്ചിയുടെ വാടി പറയുന്നേ. വായ ഉമ്മച്ചിയെ പറയില്ല. വാടി അതിൻ്റെ അമ്മൻ്റെ കാല് ഈ അരുവക്കൊക്കെ ഈ അരുവിലെ വെയിലില്ലാത്ത എങ്ങനെ പിടിച്ചട്ടാ കണ്ട കൊട. ഓ അച്ചോടു കൂട്ടുമ്പോ കണ്ട കൊട ഓരി എന്റെ കൊട ചവിട്ടി പൊട്ടിക്കല്ലടാ എന്റെ കൊട ചവിട്ടി പൊട്ടിക്കല്ലടാ. ഇനി പോയി അങ്ങനെ നമ്മളെ റിസൾട്ട് അങ്കലാടിയിൽ എത്തിയിട്ട് ഞാൻ പോന്നപ്പോൾ ഞാൻ ജനവാതിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥന ഇല്ലുന്നത് വെറുതെ വീഡിയോസ് എടുത്താണ് കേട്ടോ. റിസൾട്ട് എവിടെ നോക്കിയതാണ് കേട്ടോ. പ്രാർത്ഥന ചെല്ലുന്നുണ്ടോ നോക്കിയതാണ് കേട്ടോ. അപ്പം എന്നോട് എപ്പോഴും പറയും ഞാൻ പ്രാർത്ഥന ചെല്ലലുണ്ടമ്മ. അപ്പോൾ അവനക്കറിയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയ കേട്ടോ. അങ്ങനെ ഞങ്ങളെ അമ്മനെ എന്താ പറയുക അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ എനിക്ക് റിസൾട്ടിന് ഏറ്റവും വേറെ സ്ഥലം വരെ പോകണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അവനെ കൊണ്ടുവരാൻ പോയതാണ് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ അവന് ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകി വരുന്ന ടൈമാണ് കേട്ടോ. പിന്നെ ഇതാ അങ്കലാടിലെത്തിയ പിന്നുള്ളതാണ് ഊഞ്ഞാൽമ ആടിലിട്ട. അപ്പോൾ കുറച്ച് നേരം ഊഞ്ഞാൽമ ആടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഊഞ്ഞാൽമ ഇരുന്നിട്ട് ആടുകയാണ് കേട്ടോ. അത് ഭയങ്കര കേടയാണ് കേട്ടോ. ഊഞ്ഞാൽമ കുറച്ച് സമയം ആടുകയെന്ന് പറഞ്ഞാൽ അത് വീഡിയോസ് എടുത്താൽ പിന്നെ അതിങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അങ്ങനെ അവനെയും കൂട്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ.
അവരെ കൊണ്ടുപോകാതെ പോയാൽ പിന്നെ അംഗൻവാടി വിടുന്ന ടൈം ആകുമ്പോഴത്തേന് വീട്ടിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് കൊടുക്കുന്നു. കാരണം വീട്ടിലിരുന്ന് എങ്ങനെയായാലും ഒന്നും കഴിക്കൂല. അപ്പോൾ അംഗൻവാടി കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചക്കത്തെ രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡൊക്കെ തിന്നാൻ കിട്ടുമല്ലോ. മൂക്കിലുള്ളിൽ കൂടി ഇട്ടൊക്കെയാണ്. ശ്വാസം കിട്ടുമോ? ശ്വാസം കിട്ടൂലല്ലോ. അതാ പറയുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓനും വെച്ച് ഉള്ളിലേക്ക് പൊയ്ക്കണത്ര. ശ്വാസാൻ്റെ മൂക്കിന് ഉള്ളിലേക്ക് പൊയ്ക്കണത്ര.